അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഇറ്റിറ്റു വീഴുന്ന നീർത്തുള്ളിയുടെ സംഗീതം പോലെ മലയാളികൾ ഹൃത്തന്തി മീട്ടിപ്പാടുന്ന നിത്യഹരിതഗാനം. നീ എത്ര ധന്യ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തെ അവിസ്മരണീയമാക്കിയ സാന്നിധ്യമായിരുന്നു അനശ്വര നടൻ മുരളി സാറിൻ്റേത്. രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും അരങ്ങിൽ വിസ്മയമുണർത്തിയ അഭിനയ തികവിൻ്റെ ആൾരൂപം. അരികിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അതുല്യ കലാകാരൻ. നാടകവേദിയിൽ നിന്നും സിനിമയുടെ മാസ്മര ലോകത്തേക്ക് മുരളി സാർ നടന്നു കയറിയ വഴികൾ പതിവിൽ വിഭിന്നമായിരുന്നു. 80കളിലും 90കളിലൊക്കെ റിലീസ് ചെയ്ത ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നായകനായും വില്ലനായും, വീണ്ടും തൊട്ടടുത്ത് റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിൽ നായകനായും വില്ലനായും ഒക്കെ തുടർച്ചയായി കഥാപാത്ര വൈവിധ്യതകൾ ഇത്രമേൽ അടയാളപ്പെടുത്തിയ മറ്റൊരു നടനുണ്ടോ എന്നത് സംശയമാണ്. ഞാറ്റടി, മീനമാസത്തിലെ സൂര്യൻ, ചിദംബരം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചുവെങ്കിലും 1986 റിലീസ് ചെയ്ത ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ രാജഗോപാൽ എന്ന കഥാപാത്രത്തിലൂടെയാണ് മുരളി സാർ മലയാളി പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതനായത്. സൂക്ഷ്മവും സുന്ദരവുമായ ഭാവപ്പകർച്ചകളിലൂടെ നായകൻ, പ്രതിനായകൻ, അച്ഛൻ, ഭർത്താവ്, സഹോദരൻ, സുഹൃത്ത്, പോലീസ് ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നേതാവ് തുടങ്ങി വിവിധ വേഷങ്ങളിൽ തിളങ്ങുവാനായി മുരളി സാറിന് മലയാള സിനിമ കണ്ട പ്രഗത്ഭരായ സംവിധായകരുടെ, എഴുത്തുകാരുടെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് ഭാഗമാകാൻ സാധിച്ചു. ഭരതൻ, പത്മരാജൻ, ഹരിഹരൻ, ലോഹിതദാസ്, സിബി മലയിൽ, കമൽ, സത്യനന്ദിക്കാട്, വേണുനാഗവള്ളി തുടങ്ങി ഒട്ടേറെ പ്രശസ്തരായ ഫിലിം മേക്കേഴ്സിനോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകളിലായി ഏകദേശം 170ഓളം സിനിമകളിൽ മുരളി സാർ അഭിനയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിലെ കുടവട്ടൂരിൽ ജനിച്ച് തൃക്കണ്ണമംഗലത്തും തിരുവനന്തപുരത്തുമൊക്കെ പഠനം പൂർത്തിയാക്കി ആരോഗ്യവകുപ്പിലും കേരള സർവകലാശാലയിലും കേരള സംഗീത നാടക അക്കാദമിയിലുമൊക്കെ സേവനമനുഷ്ഠിച്ച മുരളി സാറിനെ നാടകരംഗത്ത് ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് പ്രശസ്ത നടൻ നരേന്ദ്രപ്രസാദ് സാറായിരുന്നു. ലങ്കാലക്ഷ്മി എന്ന നാടകത്തിലെ രാവണവേഷം അത്യുജ്വലമായി അവതരിപ്പിച്ചുകൊണ്ട് സംഗീതജ്ഞനായും ശാന്തനായും ഭക്തനായും ദുഃഖിതനായും സ്നേഹിതനായും അഹങ്കാരിയായും ഒക്കെ കാഴ്ചക്കാരെ അതിശയിപ്പിക്കുന്ന പകർന്നാട്ടം നടത്തുവാൻ സാധിച്ചിരുന്നു മുരളി സാറിന്. ഞാറ്റടി, മീനമാസത്തിലെ സൂര്യൻ, ചിദംബരം, പഞ്ചാഗ്നി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം പ്രഗത്ഭരായ ചലച്ചിത്രകാരന്മാരുടെ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാൻ നിരവധി തവണ ക്ഷണം ലഭിച്ചിട്ടുണ്ട് മുരളി സാറിന്. നീ എത്ര ധന്യ, ഒരു മെയ് മാസ പുലരിയിൽ, നാടുവാഴികൾ, ദശരഥം, ഏയ് ഓട്ടോ, കിഴക്കണൂരും പക്ഷി, ധനം, വിഷ്ണുലോകം, ഉള്ളടക്കം, അപ്പു, ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, അമരം, അർത്ഥം, അടയാളം, കളിക്കളം, ചമയം, വെങ്കലം, ആകാശദൂത്, പുലിജന്മം, നെയ്ത്തുകാരൻ, പത്രം, വടക്കുനാഥൻ, ബാബാ കല്യാണി, ദി ടൈഗർ, മഞ്ചാടിക്കുരു എന്നിങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെ തൻ്റെ അഭിനയ വൈഭവം പ്രകടിപ്പിക്കുവാൻ സാധിച്ചു മുരളി എന്ന മഹാനടന്. അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ നിര പരിശോധിച്ചാൽ ഇനിയുമുണ്ട് ശ്രദ്ധേയമായ സിനിമകളും കഥാപാത്രങ്ങളുമൊക്കെ. ഇപ്പോൾ ഓർമ്മയിൽ വന്ന ചില ചിത്രങ്ങളുടെ പേരുകളാണ് പറഞ്ഞത്. നടനകാന്തിയുടെ ഈ വഴിത്താരയിൽ പുരസ്കാരങ്ങളുടെ തിളക്കവും അദ്ദേഹത്തെ തേടിയെത്തി. പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച നടൻ എന്ന നിലയിൽ അദ്ദേഹത്തെ തേടിയെത്തി. ആധാരം, കാണാക്കിനാവ്, താലോലം എന്നീ ചിത്രങ്ങളിൽ മികച്ച നടനായും, അമരം, വീരാളിപ്പട്ട്, പ്രണയകാലം തുടങ്ങിയ ചിത്രങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടനായും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അദ്ദേഹം അർഹനായി. ടെലിവിഷൻ പരമ്പരയായ അര നാഴിക നേരത്തിലൂടെയും മികച്ച നടനുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും മുരളി സാർ സ്വന്തമാക്കി. ശക്തമായ ഇടതുപക്ഷ ചിന്തയുള്ള, ഉറച്ച നിലപാടുകളുള്ള വ്യക്തി കൂടിയായിരുന്നു മുരളി സാർ. വിദേശയാത്രകൾക്കിടയിൽ ചരിത്രപ്രസിദ്ധമായ പല സ്ഥലങ്ങളും സന്ദർശിച്ചതിൻ്റെ അനുഭവങ്ങൾ ആത്മകഥയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിയറ്റ്നാമും ക്യൂബയും പാരീസും അമേരിക്കയും അറേബ്യൻ നാടുകളും ജർമ്മനിയുമെല്ലാം വ്യത്യസ്ത സംസ്കാര സവിശേഷതകളിലൂടെ, ഭാഷകളുടെ വൈവിധ്യതകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നവഭാവുകത്വം നിറച്ചു. മീനമാസത്തിലെ സൂര്യൻ, ലാൽ സലാം, രക്തസാക്ഷികൾ സിന്ദാബാദ്, സത്യപ്രതിജ്ഞ, ജനം തുടങ്ങിയ ചിത്രങ്ങളിലെ
രാഷ്ട്രീയ പരിസരങ്ങളിലെല്ലാം, ഒപ്പം നെയ്ത്തുകാരനിൽ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലെല്ലാം മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചിട്ടുണ്ട് മുരളി സാറിന്. എഴുത്തിൻ്റെ വഴികളിലും തൻ്റേതായ നിരീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം. അഭിനയത്തിൻ്റെ രസതന്ത്രം, വാഴപ്പൊരുൾ, അഭിനയവും ആശാൻ കവിതയും, മുരളി മുതൽ മുരളി വരെ തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. ഒട്ടും പരിചയമില്ലാത്ത ജീവിത സാഹചര്യങ്ങൾ, മുൻപ് ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ജോലികൾ ഒക്കെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോഴും തികഞ്ഞ സ്വാഭാവികതയോടെ ആ കഥാപാത്രത്തോട് നീതി പുലർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കടപ്പുറത്ത് ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് അമരത്തിലെ കൊച്ചുരാമൻ, അതുപോലെ ചമയത്തിലെ എസ്തപ്പനാശാൻ, വളയത്തിലെ ലോറി ഡ്രൈവർ, വെങ്കലത്തിലെ ഓട്ടുപാത്രം ഉണ്ടാക്കുന്ന ഗോപാലൻ, പുലിജന്മത്തിലെ ഇരട്ടവേഷം, പ്രായിക്കര പാപ്പാനിലെ ആനപ്പാപ്പാൻ, ചമ്പക്കുളം തച്ചനിലെ രാഘവനാശാരി, ഇത്തരത്തിലുള്ള ജോലികളൊന്നും തന്നെ ഒട്ടും മുൻപരിചയം ഇല്ലാഞ്ഞിട്ടും അത്തരം പശ്ചാത്തലങ്ങൾ പോലും പലപ്പോഴും സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യാനുഭവമായിട്ട് അറിയുമ്പോൾ പോലും ആ ക്യാരക്ടേഴ്സിനോട് ഏറ്റവും കൃത്യമായി സ്വാഭാവികമായ സമീപനം പുലർത്തുവാൻ, സൂക്ഷ്മമായ ഭാവപ്പകർച്ചകളിലൂടെ ആ കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കുവാൻ മുരളി സാറിന് സാധിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് പ്രിയപ്പെട്ട നിരവധി പാട്ടുകളിലുമുണ്ട് മുരളി സാറിൻ്റെ സർഗസാന്നിധ്യം. 10 വെളുപ്പിനെ മുറ്റത്ത് നിൽക്കുന്ന കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എന്തേ ഇന്നും വന്നില്ല, പറയാൻ മറന്ന പരിഭവങ്ങൾ, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, അന്തിക്കടപ്പുറത്ത്, ആനക്കെടുപ്പതും പൊന്നുണ്ട്, ശുഭയാത്രാ ഗീതങ്ങൾ, അങ്ങനെ അങ്ങനെ നീളുന്നു മുരളി ഗാന മാധുരി. അഭിനയശേഷിയും ആകാരഭംഗിയും ശബ്ദഗാംഭീര്യവും ആവോളം ഉണ്ടായിട്ടും ഒരിക്കലും ഒരു സൂപ്പർ താര പരിവേഷത്തിന് പുറകെ കുതിക്കാൻ വെമ്പുന്ന മനസ്സായിരുന്നില്ല മുരളി സാറിൻ്റേത്. പകരം കഥാപാത്രങ്ങളുടെ ആഴവും വ്യാപ്തിയും അഭിനയ കലയുടെ അനന്ത സാധ്യതകളും അടുത്തറിയുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിലെ കലാകാരൻ്റെ മനസ്സ്. നടൻ, ചിന്തകൻ, എഴുത്തുകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, സർവോപരി മനുഷ്യസ്നേഹി എന്നീ നിലകളിലെല്ലാം തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ കഴിവും കരുത്തും കാഴ്ചവെച്ച മുരളി സാർ, അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കും സിനിമാ പ്രേമികൾക്കും തീരാനഷ്ടമാണ്. 2009 ഓഗസ്റ്റ് 6 നമ്മെ വിട്ടുപിരിഞ്ഞുവെങ്കിലും എന്നും മലയാളികളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കും മുരളി എന്ന സമുന്നത വ്യക്തിത്വം.